കൈകൾ താറില്ല, ഈ ശബ്ദം പതറില്ല. നാട് ഭരിക്കാൻ അറിയില്ലേ, നാട് ഭരിക്കാൻ അറിയില്ലേ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. മോദി സർക്കാർ തുറയട്ടെ, മോദി സർക്കാർ തുറയട്ടെ. കള്ളന്മാരും കൊള്ളക്കാർ ജനാധിപത്യം അട്ടിമറിക്കാൻ, ജനാധിപത്യം അട്ടിമറിക്കാൻ. മോദി എന്നൊരു തെമ്മാടി, മോദി എന്നൊരു തെമ്മാടി. ഭാരതനാട് തുലയ്ക്കും കോൺഗ്രസ് സിന്ദാബാദ്. മോദി എന്നൊരു തെമ്മാടി, മോദി എന്നൊരു തെമ്മാടി സിന്ദാബാദ്. ഭാരതനാട് തുലയ്ക്കുന്നേ, ഭാരതനാട് തുലയ്ക്കുന്നേ. ഈ കമ്പലമുറ്റത്ത് അറിയാതിന്റെ മറച്ചോട്ടെ, അറിയാതിന്റെ മറച്ചോട്ടെ. ഓക്കെ കാക്കും നിക്കറുമേ. കാട്ടുകള്ള നരേന്ദ്രമോദി, കാട്ടുകള്ള നരേന്ദ്രമോദി, കാട്ടുകള്ള നരേന്ദ്രമോദി. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. പോരാളി രാഹുൽ ഗാന്ധി, പോരാളി നട്ടല്ലുള്ളൊരു പോരാളി, നട്ടല്ലുള്ളൊരു പോരാളി. ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ഇന്ത്യൻ ജനത പിന്നാലെ, ഇന്ത്യൻ ജനത പിന്നാലെ. യൂത്ത് കോൺഗ്രസ് പിന്നാലെ, യൂത്ത് കോൺഗ്രസ് പിന്നാലെ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ. വോട്ടർ പട്ടിക വെട്ടി നിരത്തി, വോട്ടർ പട്ടിക വെട്ടി നിരത്തി, വോട്ടർ പട്ടിക വെട്ടി നിരത്തി, വോട്ടർ പട്ടിക വെട്ടി നിരത്തി. ജനാധിപത്യം അട്ടിമറിച്ച്, ജനാധിപത്യം അട്ടിമറിച്ച്. ഇല്ല ഇല്ല മാപ്പില്ല, ഇല്ല ഇല്ല മാപ്പില്ല. മോദി മോദി തെമ്മാടി, മോദി മോദി തെമ്മാടി. നിന്ന് ഒരു അഭിപ്രായവും എനിക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയി. പ്രിയമുള്ളവരെ, അതിനുശേഷം എന്താണ് കണ്ടത്? നിരന്തരമായി പഠനത്തിലൂടെ അദ്ദേഹം പുറത്തുവിട്ടു, തെളിവുകൾ പുറത്തുവിട്ടു. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കർണാടകയിലെ സെൻട്രൽ മണ്ഡലത്തിൽ 9 നിയോജക മണ്ഡലമുള്ള സെൻട്രൽ മണ്ഡലത്തിൽ 8 നിയോജക മണ്ഡലം എണ്ണിയപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ രാഷ്ട്രീയ പാർട്ടി മുന്നേറ്റം നടത്തിയപ്പോൾ ഒരൊറ്റ മണ്ഡലം കൊണ്ട് ആ മണ്ഡലത്തിലെ വോട്ടർ റിസൾട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, കണക്കുകൾ നിരത്തി വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു. ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. ഈ രാജ്യത്തിന് അധികാരം കൈയാളുന്ന മന്ത്രിമാർക്കോ പ്രധാനമന്ത്രിക്കോ മറുപടിയില്ല. അന്ന് ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഇന്നലെയും അദ്ദേഹം വലിയ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഹരിയാനയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിരിക്കുന്നു. ബ്രസീലുള്ള താരങ്ങൾ പോലും ഇന്ത്യയുടെ വോട്ടർ പട്ടികയിൽ, ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച് വോട്ട് നേടിയിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ജനാധിപത്യ രാജ്യത്തെ കശാപ്പ് ചെയ്ത് സംഘപരിവാർ എങ്ങനെയും അധികാരം നിലനിർത്തുവാൻ വേണ്ടി ഈ രാജ്യത്ത് നിരന്തരമായി ശ്രമിക്കുകയാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയോട് വിശ്വാസമുള്ള ആളുകൾ അവനവന്റെ മനസാക്ഷിയോടെങ്കിലും ചോദിക്കണം, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടല്ലേ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നതെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കണം. ഈ രാജ്യത്ത് നിരന്തരമായി കളവ് പറഞ്ഞ്, രാജ്യത്ത് നിരന്തരമായി നവമാധ്യമങ്ങളെ ഉപയോഗിച്ച്, വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗിച്ച് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഇല്ലാവചനങ്ങൾ നിരന്തരമായി പറഞ്ഞതിന്റെ ഏറ്റവും അവസാനമാണ് ഈ വോട്ട് തട്ടിപ്പിലൂടെയാണ് രാജ്യത്ത് ഈ പറയുന്ന ഗവൺമെന്റുകൾ വീണ്ടും വന്നുകൊണ്ടിരുന്നതെന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, അതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം, രാജ്യവ്യാപകമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങളിലും രാജ്യത്തിന്റെ തെരുവോരങ്ങളിലും നാളുകളിലും മറ്റന്നാളുകളിലും ഉണ്ടാകും. അതിന്റെ സൂചന മാത്രമാണ് ഈ സമരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർമ്മ സമരത്തിന്, ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ ഈ ധർമ്മ സമരത്തിൽ പങ്കെടുത്ത കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത്.